ومولانا محمد അർഹമുറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തുതാ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാനും തഖ്വയും തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സ്വർഗത്തിൽ സാബിഖീങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുട്ടിപ്രായമുള്ള കുറെ മക്കള്, കൗമാരപ്രായമുള്ള കുറെ മക്കള് ജഗ്ഗുകളുമായിട്ടും ജബലകളുമായിട്ടും ആ സ്വർഗത്തിൽ കടന്ന ആ കട്ടിലിൽ സന്തോഷിക്കുന്ന ആ മുഅ്മിനീങ്ങൾക്കുള്ള ഹദ്റത്തിലേക്ക് എത്തും. പിന്നീട് പറയുന്നു, കള്ളുകൾ നിറച്ച ഗ്ലാസുകളുമായിട്ട് അവർ എന്താക്കും? ആ പയ്യന്മാർ, ആ കൗമാരപ്രായമുള്ള ചെറിയ മക്കള് ഗ്ലാസുകളാണ്, അതിൽ നല്ല ടേസ്റ്റുള്ള പരിശുദ്ധമായ കള്ളുമായിട്ട് അവർ എന്താക്കും? അവരുടെ അടുത്തേക്ക് വരും. എങ്ങനത്തെ കള്ളാണ്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ആ കള്ള് കുടിച്ചാൽ അവനിക്ക് തലകരക്കം ഉണ്ടാകൂല. സാധാരണ ദുനിയാവിന്റെ കള്ള് കുടിക്കുമ്പോൾ ആ കള്ള് കുടിച്ച ആദ്യ സമയത്ത് തലകരക്കം ഉണ്ടാകുന്നു. പക്ഷേ സ്വർഗത്തിന്റെ കള്ള് കുടിച്ചത് കൊണ്ട് അവനിക്ക് തലകരക്കം ഉണ്ടാവുകയില്ല. വലാ യുൻസിഫൂൻ, അവർ മസ്താവുകയുമില്ല. അവരെ ബുദ്ധി പോയിട്ട്, അവരെ അഖല് പോയിട്ട് അവർ മസ്താവുകയില്ല. അത് നല്ല പരിശുദ്ധമായ നല്ല ടേസ്റ്റുള്ള കള്ളാണ്. അതേ സമയത്ത് ദുനിയാവിന്റെ കള്ള് കുടിച്ചാൽ അതിൽ മസ്തുണ്ടാകും, തലകരക്കമുണ്ടാകും, ഛർദി ഉണ്ടാകും, ചിലപ്പോൾ മൂത്രമൊഴിക്കൽ പോലും ഉണ്ടാകും. അത് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ മറ്റൊരു സൂറത്തിൽ കാണാം, സൂറത്തു തൂർ. ആ സൂറത്തുൽ തൂറിൽ കാണാം, ലാ യുതാഫു അലൈഹിം ബികഅസിൻ മിൻ മഈൻ ബൈളാഅ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ ലാ ഫീഹാ ഗൗലുൻ വലാ ഹും യുൻസഫൂൻ. ആ കല്ല് വെളുത്ത കല്ലാണ്. ബൈളാഅ ലദ്ദത്തൻ ലിശ്ശാരിബീൻ, അത് കുടിക്കുന്നവനക്ക് ആനന്ദമാണ്, ടേസ്റ്റാണ്. കുടിച്ചാൽ പിന്നെയും കുടിക്കണം, പിന്നെയും കുടിക്കണം തോന്നുന്ന നല്ല മധുരമുള്ള ടേസ്റ്റുള്ള കല്ലാണ്. അതേപോലെ ലാ ഫീഹാ ഗൗലുൻ വലാ ഹും യുൻസഫൂൻ, ആ കള്ളിന് അനാവശ്യമില്ല. ആ കല്ല് കുടിച്ചാൽ അവന്റെ വായിൽ തോന്നിവാസം പറയൂല. അതേപോലെ വലാഹും അൻഹാ യുൻസഫൂൻ, അവർ മസ്താവുകയില്ല. ആ കള്ളാട് സ്വർഗത്തിലുള്ള കള്ള്. ആ പരിശുദ്ധമായ കള്ളുമായിട്ട്, ആ വെളുത്ത കള്ളുമായിട്ട് ഓരോ സ്വർഗ ആളുകൾക്കുള്ള ഹദ്റത്തിലേക്ക് ആ കൗമാരപ്രായമുള്ള മക്കള് ഇങ്ങനെ ചുറ്റി നടക്കും. അത് കാണാൻ എന്തൊരു ലസ്സത്ത്, എന്തൊരു സന്തോഷം! ആ കാണൽ തന്നെ വല്ലാത്ത സന്തോഷമാണ്. പിന്നെ സ്വർഗത്തിൽ കടന്നവരെ സന്തോഷം പറയണോ? അത് തന്നെ വല്ലാത്ത സന്തോഷമാണ്. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ, അതിലൊരു അനാവശ്യമില്ല, അതിലൊരു തോന്നിവാസമില്ല, അതിന് മസ്തില്ല. അത് സ്വർഗത്തിന്റെ പരിശുദ്ധമായ കല്ലാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുവേ, ആ സ്വർഗത്തിൽ നമുക്ക് എത്താൻ, ആ സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. എന്ത് വേണം? അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സ്വർഗത്തിന്റെ കള്ള് കിട്ടണോ? ദുനിയാവിൽ കള്ള് കുടിച്ചവനിക്ക്, ദുനിയാവിൽ കള്ള് കുടിച്ച് തൗബ ചെയ്ത് മടങ്ങാതെ മരിച്ചു പോയവനിക്ക് ആ കള്ള് സ്വർഗത്തിൽ കുടിക്കാൻ സാധ്യമേ അല്ല. ഇന്നലെ പറഞ്ഞു വെച്ചപ്പോ കുറെ ആള് പറഞ്ഞു, എന്നു ഉസ്താദെ കള്ളുകുടിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഇതിൽ പറയുന്നു. കള്ളുകുടി പരസ്യമായി പോയി. കുറച്ചും കള്ളുകുടിന്റെ വിഷയം, കള്ളു കുടിച്ചാൽ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ എന്താണ്?
അതിനെക്കുറിച്ച് ക്ലാസ് എന്താക്കണം, ഒന്ന് നിങ്ങൾ കൂട്ടി ജാസ്തി പറയണം, ഇൻഷാ അല്ലാഹ് പറയും. അപ്പോ സ്വർഗത്തിന്റെ കല്ല്, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ 4 നദികളുണ്ട്. സ്വർഗത്തിൽ 4 നദികളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിലെത്തിയ മുത്തഖീങ്ങൾക്ക് 4 നദികളുണ്ട്. മസറുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, സൂറത്ത് മുഹമ്മദ് നോക്കിയാൽ കാണാം. മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട ആ സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം ഫീഹാ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിൻ, ശുദ്ധജലം, പരിശുദ്ധമായ ശുദ്ധജലം, ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധജലമായിട്ട് ആ കൗമാരപ്രായമുള്ള ബാലക്കാർ ആ സ്വർഗാവകാശികളുടെ ഹദ്റത്തിലേക്ക് ചുറ്റും വന്നത്. വഅൻഹാറും മിൻ ലബനിൻ, പാലിനാലുള്ള ജലങ്ങളുണ്ട്, പാലിനാലുള്ള കടലുകളുണ്ട്. ഇങ്ങനത്തെ പാലാണ്. ലം യതഗയ്യർ ത്വഅമുഹു, അതിന്റെ രുചിക്ക് മാറ്റമില്ല, അതിന്റെ ടേസ്റ്റിക്ക് മാറ്റമില്ല. അങ്ങനത്തെ പാലിനാലുള്ള നദികൾ അവിടെയുണ്ട്. വഅൻഹാറുൻ മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് നല്ല ടേസ്റ്റുള്ള, കുടിച്ചാൽ പിന്നെയും കുടിക്കണം എന്ന ആനന്ദം ലഭിക്കുന്ന കള്ളിനാലുള്ള പുഴകൾ അവിടെയുണ്ട്. വഅൻഹാറുൻ മിൻ അസലിൻ മുസഫാ, അതാ പരിശുദ്ധമായ സംസ്കരിച്ചെടുത്ത തേനുകൾ ഉള്ള ജലങ്ങൾ അവിടെയുണ്ട്, തേനിനാലുള്ള കടലുകൾ അവിടെയുണ്ട്. ഇത് ഖുർആനാണ് പറഞ്ഞത്. സ്വർഗത്തിൽ 4 നദികളുണ്ട്. അത് സ്വർഗാവകാശികൾക്കാണ്. ഒന്ന് ശുദ്ധജലത്തിന്റെ പുഴകൾ, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ശുദ്ധജലം അല്ലാഹു തആല ആ സ്വർഗത്തിൽ നൽകും. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, ഒരിക്കലും ടേസ്റ്റിനിക്ക്, രുചിക്ക് മാറ്റം വരാത്ത നല്ല പാലിനാലുള്ള പുഴകൾ അവിടെയുണ്ട്. വഅൻഹാറും മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, ദുനിയാവിന്റെ കള്ള് കുടിച്ചാൽ മസ്തായി പോകും. പിന്നെ ബാപ്പ ആര് ഉമ്മ ആരെന്ന് അവനക്ക് അറിയൂല. ചിലപ്പോൾ അവന് മൂത്രം ഒഴിക്കും, ചിലപ്പോൾ ആ മൂത്രം കൊണ്ട് തന്നെ അവനെ മുഖം കഴുകും. ഇൻഷാ അല്ലാഹ് തിരുത്തു നാളെ പറയും. ചിലപ്പോൾ മൂത്രം ഒഴിച്ചിട്ട് അതേ മൂത്രം കൊണ്ടവൻ കുളിക്കും, അതേ മൂത്രം കൊണ്ട് ചിലപ്പോൾ വുളൂഉം എടുക്കും. ഇൻഷാ അല്ലാഹ് നാളെ വരുന്നുണ്ടത്. പക്ഷെ അങ്ങനത്തെ കള്ളല്ല സ്വർഗത്തിന്റെ കള്ള്. പിന്നെയോ അതാ ലസ്സത്തുൽ ലിശ്ശാരിബീൻ, കുടിച്ചവർക്ക് ആനന്ദം നൽകുന്ന, കുടിച്ചവർക്ക് നല്ല ടേസ്റ്റ് നൽകുന്ന കള്ളാണ് ഈ സ്വർഗത്തിന്റെ കള്ള്. വഅൻഹാറും മിൻ അസലിൻ മുസഫാ, നല്ല സംസ്കരിച്ചെടുത്ത തേനുകള് ആ സ്വർഗത്തിൽ ഉണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, ആ കള്ള് കുടിക്കണമെങ്കിൽ, ആ വെള്ളം സ്വർഗത്തിൽ പോയി കുടിക്കണമെങ്കിൽ, ആ ജലങ്ങൾ കുടിക്കണമെങ്കിൽ ദുനിയാവിൽ നാം സാബിഖീങ്ങളെ കൂട്ടത്തിൽ പെടണം. ആ എ ഗ്രേഡുള്ള ആളുമാരെ കൂട്ടത്തിൽ പെടണം. സ്വർഗത്തിൽ നാം എത്തണം. സ്വർഗത്തിൽ എത്തണമെങ്കിൽ ദുനിയാവിൽ കള്ള് കുടിക്കുന്നവർക്ക് സ്വർഗത്തിൽ എത്താൻ സാധ്യമല്ല. അല്ലാഹുവേ, അത്തരം ആഫത്തിൽ നിന്ന്, മുസീബത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോ സ്വർഗത്തിന്റെ കള്ളിനിക്ക് എന്തില്ല, മസ്തില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മുഫസ്സിരീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖുർആനിക്ക് വ്യാഖ്യാനം എഴുതിയ എല്ലാ മുഫസ്സിരീങ്ങൾക്കുള്ള ലീഡറാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. മഹാനവറുകൾ പറഞ്ഞു, ഫിൽ ഖംറി അർബഉ ഖിസാലിൻ, ദുനിയാവിന്റെ കള്ളിൽ 4 കാര്യമുണ്ട്. ദുനിയാവിന്റെ കള്ളിനിക്ക് 4 വിശേഷത ഉണ്ട്. ഒന്ന് അസ്സക്കർ, കുടിച്ചാൽ എന്താവും, മസ്തായി പോകും. കുടിച്ചാൽ അവൻ മസ്തായി പോകും. രണ്ടാമത്തെ സുദാ, കുടിച്ചാൽ തലക്കരക്കമുണ്ടാകും ദുനിയാവിന്റെ കള്ള് കുടിച്ചാൽ. മൂന്നാമത്തത് വൽ ഖൈഉ, ഛർദിക്കും, കാറും. കാണുന്നില്ല, കള്ള് കുടിച്ചിട്ട് റോഡ് സൈഡ് വീണിട്ട് കാറിട്ട് ഛർദിച്ചിട്ട്. അതേപോലെ വൽ ബൗലു, മൂത്രിക്കും.
എല്ലാം നമുക്ക് അനുഭവമാണ്. കള്ള് കുടിച്ച് റോഡ് സൈഡിലിട്ട് മൂത്രവും വീത്തിയിട്ട് കാറിട്ട് ആ ഒരു രംഗം കാണും. അള്ളാഹു നമ്മെ കാക്കട്ടെ, നമ്മുടെ മക്കൾ അള്ളാഹു തല കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതേ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നു, സ്വർഗത്തിന്റെ കള്ളിൽ മൂത്രമൊഴിക്കലോ ഛർദിക്കലോ തലകറക്കമോ മസ്തോ ഒന്നും ഇല്ല. അതിലേക്കൊരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെന്താണ്? ലദ്ദത്തുൻ, ടേസ്റ്റാണ്, ആനന്ദമാണ്. സ്വർഗത്തിന്റെ കള്ളിലേക്കാണ്. അതേ സമയത്ത് മുഅ്മിനീങ്ങളെ ഇന്ന് പറയാണ്ടിരിക്കാൻ സാധ്യമല്ല. വലിയ വലിയ പണക്കാര മക്കളും വലിയ വലിയ ആചാര മക്കളും വലിയ വലിയ ആളുകളും ഇന്ന് കള്ളുകുടിയുടെ പിന്നാലെയായി പോയി. കള്ളുകുടിയെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഓരോ ബാലക്കാർക്കും അതിനെക്കുറിച്ച് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, അല്ലാഹു തആല വിളിച്ചു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു, കള്ളുകുടി എന്നുള്ളത്, വൽ മൈസിറു ജൂജാട്ടം ഇല്ലെങ്കിൽ ഇന്ന് ലോട്ടറി. ചില ആൾക്ക് യാത്ര പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന രാജത്വമുണ്ട്. കടുത്ത ഹറാമാണ്. നിന്റെ സിയാറത്ത് അല്ലാഹു കബൂലാക്കൂല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഒരു കളിയത്, ഒരു ദൂര യാത്ര പോകുമ്പോൾ ലോട്ടറി ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് തരുന്നത് കടുത്ത ഹറാമാണത്. ഇന്നമൽ ഖംറു വൽ മൈസിറു, ആ ജൂജു ആട്ടം ചെല്ലെങ്കിൽ ഇന്നത്തെ സംബന്ധിച്ചിട്ട് അത് ലോട്ടറിയാണ്. അതിനെക്കുറിച്ച് പറയുന്നു, ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കലും കള്ളു കുടിക്കലും, വൽ അൻസാബു, വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിക്കലും, അതേപോലെ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, പൈസാച്ച്, ഇത് നിങ്ങളെ കൈലക്ഷണം നോക്കല്, ഞാൻ കൈലക്ഷണം നോക്കുന്നില്ലേ, അതും അസ്ലാം എന്ന് പറഞ്ഞാൽ കൈലക്ഷണം നോക്കല്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ആരത്തെ ജ്യോത്സ്യന്മാരത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് കൈലക്ഷണം നോക്കല്. ഒരാൾക്ക് അതൊരു ഇത് വിഷയമല്ല, ഒരു കളി പോലെ അങ്ങനെ പോയിട്ട് കാണുമ്പോൾ ഇവിടെ കൈവച്ച് തേക്കല്. ഇത് എല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ ഭാഗത്തുള്ളൊരു പണിയാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, നിങ്ങൾ മാറി നിൽക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണോ, അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വിജയം വേണോ എങ്കിൽ ഇത്രയും പ്രവർത്തനത്തിനിട്ട്, കള്ളു കുടിയുന്നിട്ട്, അതേപോലെ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നിട്ട്, അതേപോലെ ഇതുപോലെയുള്ള വേണ്ടാത്ത പണിന്നിട്ട് നിങ്ങൾ മാറി നിൽക്കണം. ഖുർആൻ പറയുന്നു, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ എന്താക്കണം? മാറി നിൽക്കണം. കാരണം ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നതും ഈ കള്ളു കുടിക്കുന്നതും ഈ പൈശാചികമായ പ്രവർത്തനം, അതുകൊണ്ട് ഇന്നമാ യുരീദു ശൈത്താനു, ശൈത്താൻ ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിരി, ഈ കള്ളുകുടിയിലും ലോട്ടറി ടിക്കറ്റും നിങ്ങളെ മധ്യത്തിലുള്ള പിരിസപ്പാട് എടുത്തു കളഞ്ഞിട്ട് നിങ്ങളെ മധ്യത്തിൽ ചതിനെയും വഞ്ചനയും കോപത്തിനെയും കൊണ്ടുവരികയാണ്. കള്ളു കുടിച്ചാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കും, ഗലാട്ടയാക്കും. നിങ്ങളെ മധ്യത്തിൽ ശത്രുത ഉണ്ടാകും, കോപമുണ്ടാകും. അത് ശൈത്താൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരണ നിങ്ങൾക്ക് നൽകുകയാണ്. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ, അല്ലാഹുവിനെ ഓർമ്മിക്കലിനെ തൊട്ട്, നിസ്കാരത്തിനെ തൊട്ട് അത് തടസ്സമാക്കും. ഈ കള്ളുകുടി എന്നുള്ളത് പരസ്പരം നിങ്ങളുടെ കുടുംബം മുറിഞ്ഞു പോകും. ചിലപ്പോൾ ഭാര്യനെ കാണുമ്പോൾ ത്വലാഖ് ചൊല്ലും, കാരണം കള്ള് കുടിച്ചിട്ട് ഓന് മസ്തില്ല. ചിലപ്പോൾ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കാൻ പോലും അവൻ തയ്യാറാകും, സ്വന്തം മോളെ പോലും വ്യഭിചരിക്കാൻ തയ്യാറാകും.
കാരണം ശൈത്താന് നിങ്ങളെ കള്ളും കുടിപ്പിച്ചിട്ട് നിങ്ങളെ മധ്യത്തിൽ ഉള്ള സ്നേഹത്തെ പുരുഷത്തെ പൊളിച്ചു കളഞ്ഞിട്ട് അവൻ നിങ്ങളെ മധ്യത്ത് ശത്രുത കോപത്തെ ഇടുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു ലഅല്ലകും തുഫ്ലിഹൂൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഇത്രയും കാര്യത്തിനിട്ട് നിങ്ങൾ മാറി നിൽക്കണം. അതേപോലെ നേരത്തെ പറഞ്ഞ ആ സ്വർഗത്തിലുള്ള വെള്ളങ്ങൾ കിട്ടണമെങ്കിൽ ദുനിയാവിന്റെ കള്ള് കുടിക്കാൻ പാടില്ല. ദുനിയാവിന്റെ കള്ള് ഒരുത്തൻ കുടിച്ചാൽ സ്വർഗത്തിന്റെ കള്ള് അവനിക്ക് കുടിക്കാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ദുനിയാവിന്റെ കള്ള് കുടിച്ചാൽ അല്ലാഹു തആല അവന് കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്നും അല്ലാഹു തആല അവനെ കുറിച്ച് ഹബീബായ മുത്തുനബി എന്താണ് പറഞ്ഞതെന്നും ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. എല്ലാവരും കള്ളുകുടിനെ തൊട്ട്, അതേപോലെ കള്ളുകുടിനെ കള്ള് മാത്രമല്ല മസ്തുണ്ടാക്കുന്ന എന്തെല്ലാം ഉണ്ട് അത് എല്ലാം കള്ളാണ്, അത് എല്ലാം ഹറാമാണ്. ഇന്ന് ചെറിയ കിടാക്കളെ പോലും എന്ന അവസ്ഥയായി. ഇപ്പൊ ഞാൻ നാട്ടിലെ പോയപ്പോ ഒരാൾ ചൊല്ലി, ഉസ്താദെ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ 2 പണക്കാർ, വലിയ മുതലാളിമാർ മേൽക്കാലത്ത് വെച്ചിട്ട് ഈ മങ്ങിലായോ രണ്ട് കുടുംബത്തിൽ വലിയ പൈസ, ചെറിയ പൈസ ഒന്നും അല്ല, നിങ്ങളെ സാധാരണ വലിയ പൈസ തന്നെ മങ്ങിലായിട്ട് 2 തിങ്കളാകുമ്പത്തേക്ക് അത് ത്വലാഖായി വേറെ അതുക്കുള്ള കാരണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടപ്പോൾ അയാൾ ചെന്നൊരു പഴക്കം. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا مالك الملوك يا الله. സാധുക്കളായ ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ. ദുനിയാവിന്റെ എല്ലാ ഫിത്നയിൽ നിന്ന് മുസീബത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെ തീർക്കണേ അല്ലാഹ്. ഞങ്ങളെ ബിസിനസ്സിൽ, ഞങ്ങളെ ഏർപ്പാട്, ഞങ്ങളെ കച്ചവടത്തിൽ, ഞങ്ങളെ പണിയിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ തീർത്ത് തരണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അവസാനം മരിക്കുമ്പോൾ എല്ലാവരോടും നല്ല വസിയത്ത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ജുമഅ രാത്രിയോ പകലോ റമളാനിലായി ഞങ്ങളെ റൂഹിനെ നീ പൊടിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ